നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇനി വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. PSC പാറ്റേൺ മാറ്റിയ ശേഷം നടത്തിയ പരീക്ഷകളിലെ ചോദ്യങ്ങളാണ് മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ കുറച്ചൊന്ന് സ്നേഹം കാണിച്ചിട്ട് പോവുക. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ എല്ലാ അപ്ഡേറ്റുകളും ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അതിന് ലിങ്ക് ഉണ്ടായിരിക്കും. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ചോദ്യപേപ്പർ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് പരീക്ഷയുടേതാണ്. ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ പല വ്യവസ്ഥകളും കടമെടുത്തത് വിദേശ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്? അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. നമ്മുടെ ഓപ്ഷൻ എ അമേരിക്ക. അപ്പൊ അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ എന്തെല്ലാമാണ്? ലിഖിത ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് ലിഖിത ഭരണഘടന. അപ്പൊ ലിഖിത ഭരണഘടന എന്ന ആശയം USA നിന്നാണ് കടമെടുത്തത്. ആമുഖം, പ്രിയാമ്പിൾ എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തത്? USA നിന്നാണ് കടമെടുത്തത്. ജുഡീഷ്യൽ റിവ്യൂ, മൗലിക അവകാശങ്ങൾ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, നിയമത്തിന്റെ തുല്യ പരിരക്ഷ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രപതി എന്ന പദവി, സുപ്രീം കോടതിക്കാണ് ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരം ഉള്ളത്. ഈ വക കാര്യങ്ങളൊക്കെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇനി ബ്രിട്ടനിൽ നിന്ന് പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അതായത് റിട്ട്, ഏക പൗരത്വം, നിയമവാഴ്ച, നിയമനിർമ്മാണം, പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ, തിരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സമ്പ്രദായം, സ്പീക്കർ പദവി, പാർലമെന്ററി കമ്മിറ്റികൾ, ക്യാബിനറ്റ് സമ്പ്രദായം, ഈ വക കാര്യങ്ങൾ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അടുത്തത് കാനഡ. ഓപ്ഷൻ ഡി കാനഡയാണ്. കാനഡയിൽ നിന്നും കടമെടുത്തിരിക്കുന്നത് എന്തെല്ലാമാണ്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. അവശിഷ്ട അധികാരങ്ങൾ, റെസിഡ്യുവറി പവേഴ്സ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടുന്ന? കാനഡയിൽ നിന്നാണ്. നമ്മൾ രാവിലെ ചെയ്ത ക്ലാസ്സിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവശിഷ്ട അധികാരത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണെന്ന് പറഞ്ഞു? 248. സൈബർ നിയമമൊക്കെ അവശിഷ്ട അധികാരത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ അവശിഷ്ട അധികാരം എന്ന് വെച്ചാൽ യൂണിയൻ ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റിലോ ഉൾപ്പെടാത്ത വിഷയങ്ങളൊക്കെ റെസിഡ്യുവറി പവേഴ്സിലേക്കാണ് പോകുന്നത്. റെസിഡ്യുവറി പവേഴ്സ്, അവശിഷ്ട അധികാരം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാ? കാനഡയിൽ നിന്നാണ്. അടുത്ത ചോദ്യം: ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സായത്? 91 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 91 ഭരണഘടനാ ഭേദഗതി പ്രകാരം. അപ്പൊ 91 ഭരണഘടനാ ഭേദഗതി 52 ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ 91 ഭേദഗതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. 52 ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക. അപ്പൊ ഈ 91 ഭേദഗതി നിയമം നിലവിൽ വരുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി? അടൽ ബിഹാരി വാജ്പേയി, AB വാജ്പേയി ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. ആ സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു. APJ അബ്ദുൽ കലാം. ഇപ്പൊ 91 ഭേദഗതി പാർലമെന്റിൽ പാസ്സായത് 2003-ലും അംഗീകാരം ലഭിച്ചത് 2004 ജനുവരി മാസം 1-നുമാണ്. 2004 ജനുവരി മാസം 1-നുമാണെന്ന് ഓർക്കുക.
അപ്പൊ ശക്തിപ്പെടുത്തുക, കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തിയത് 91 ഭേദഗതി പ്രകാരമാണ്. ഈ 52 ഭേദഗതി നിയമം കൂറുമാറ്റ നിരോധന നിയമം പ്രതിപാദിക്കുന്നു. 52 ഭേദഗതിയിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമമാണ്. ഈ കൂറുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നത് തടയുവാൻ കൊണ്ടുവന്ന ഭേദഗതിയാണ് ഏത്? കൂറുമാറ്റ നിരോധന നിയമം. അത് ശക്തിപ്പെടുത്തുന്നതാണ് 91 ഭേദഗതി. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺകുമാർ മിശ്രയാണ്. അരുൺകുമാർ മിശ്ര. അപ്പൊ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരുൺകുമാർ മിശ്ര. ഓൺലൈൻ മേഖലയിലെ സത്യവും അസത്യവും തിരിച്ചറിയാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്ന ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടി ലക്ഷ്യമെന്താ? കേരള സർക്കാരിൻ്റെതാണ്. ഓൺലൈൻ മേഖലയിലെ സത്യവും അസത്യവും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഗ്രാമീണ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിനും ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകി ശ്രീ കെ വിശ്വനാഥൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേര് എന്താ? മിത്ര നികേതനാണ്. മിത്ര നികേതൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 243K ആണ്. 243K. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏതാ? മെഡിസെപ്പ്. മെഡിസെപ്പ് ആണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. ഊർജ പിരമിഡുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഊർജ പിരമിഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത്, ഊർജ പിരമിഡ് എപ്പോഴും നിവർന്ന തരത്തിലുള്ളതായിരിക്കും. ഒരു പോഷണ തലത്തിൽ നിന്നും അടുത്ത പോഷണ തലത്തിലേക്ക് 10% ഊർജം മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ഗർഭാശയാന്തര ഗർഭനിരോധന ഉപാധികളിൽ ഹോർമോൺ സ്രവിക്കുന്നവയെ തിരഞ്ഞെടുക്കാനാ പറഞ്ഞേക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. LNG-20യും പ്രൊജസ്റ്റാസേർട്ട് LNG-20 പ്രൊജസ്റ്റാസേർട്ട് എന്നിവയാണ് ഹോർമോൺ സ്രവിക്കുന്നവ. 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെ? ഡേവിഡ് ജൂലിയസ്, ആർഡീം പാറ്റാപുട്ടിയാൻ. അപ്പോൾ ഡേവിഡ് ജൂലിയസ്, ആർഡീം പാറ്റാപുട്ടിയാൻ എന്നിവർക്കാണ് 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഇപ്പൊ 2022 ഫിസിയോളജി മെഡിസിനിലുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? സ്വാൻഡെ പാബോയ്ക്കാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമല്ലാത്തത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. സ്വകാര്യ ആശുപത്രികളെ അല്ല ലക്ഷ്യം വെക്കുന്നത്. ഏതിനെയാണ്? ഗവൺമെന്റ് ആശുപത്രിയെയാണ്. അപ്പൊ OP സംവിധാനങ്ങളുടെ നവീകരണം പെടുന്നതാണ്. ജില്ലാ താലൂക്ക് തല ആശുപത്രികളുടെ നിലവാരം ഏകീകരണം പെടുന്നതാണ്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തൽ. ഇതെല്ലാം ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യത്തിൽ പെടുന്നതാണ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ രോഗങ്ങളാണ് ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്? ഉത്തരം ഹെപ്പറ്റൈറ്റിസ് ബിയും HIV-യും. അപ്പോ HIV എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും ആണ് ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. ശരീരസ്രവത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഇത് രണ്ടും. അപ്പൊ ഇത് രണ്ടും ടാറ്റു ചെയ്യുന്നതിലൂടെയും പകരുന്നു. ശരാശരി പ്രവേഗത്തിന്റെ ഡയമെൻഷൻ താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ ശരാശരി പ്രവേഗം, ആവറേജ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. LT⁻⁻1. അതായത് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഏതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? പ്രവേഗത്തിന്റെ യൂണിറ്റ്. അപ്പോൾ മീറ്ററിനെ L കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ പെർ എന്ന് പറയുമ്പോൾ ബൈ, സെക്കൻഡിനെ T കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. 1/T മോഡിലേക്ക് വരുമ്പോൾ എന്ത് വരും? -1 വരും. അങ്ങനെയാണ് LT⁻⁻1 എന്ന് വരുന്നത്.
അപ്പൊ ശരാശരി പ്രവേഗത്തിന്റെ ഡയമെൻഷൻ എന്തുവാണ്? L(t)-1. ജഡത്വ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആര്? ജഡത്വ നിയമം എന്ന് വെച്ചാൽ ലോ ഓഫ് ഇനേർഷ്യ. ലോ ഓഫ് ഇനേർഷ്യ പ്രസ്താവിച്ചത് ഗലീലിയോ ആണ്. ഗലീലിയോ. ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് എന്താ? ഭൂഗുരുത്വ സ്ഥിരാങ്കം എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആ ചോദിച്ചേക്കുന്നത്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 10 സെന്റിമീറ്റർ ആയാൽ വക്രത ആരം എത്രയാണ്? അപ്പോൾ വക്രത ആരം, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കസ് ദൂരത്തിന്റെ എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. അപ്പോൾ ഫോക്കസ് ദൂരം 10 ആണെങ്കിൽ വക്രത ആരം അതിന്റെ ഡബിൾ ആണ്, 20 സെന്റിമീറ്റർ ആണ്, 20 സെന്റിമീറ്റർ. AC-യെ DC ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം എന്താ? ഡയോഡ് ആണ്. AC-യെ DC ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡയോഡ്. വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ പ്രവേഗം എത്രയാണ്? 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ പ്രവേഗം. 2021 കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് ഏത് രാജ്യത്താണ്? ഏത് രാജ്യത്താ? സ്കോട്ട്ലൻഡിലാ. ഗ്ലാസ്ഗോയിലാണ്, UK. അവിടെയാണ് 2021 കാലാവസ്ഥാ ഉച്ചകോടി നടന്നത്. COP26. COP27 ആണ് 2022 നവംബറിലാണ് നടക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം ഏതാണ്? ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം നിയോൺ ആണ്. നിയോൺ. ചാൾസ് നിയമത്തിന്റെ ഗണിത രൂപം. ചാൾസ് നിയമത്തിന്റെ ഗണിത രൂപം V ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു T ആണ്. അപ്പൊ ഈ വാതക നിയമങ്ങൾ, അതിന്റെ ഉദാഹരണങ്ങൾ എല്ലാം മുഴുവനായിട്ട് നമ്മളൊരു ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വാതക നിയമങ്ങൾ എന്ന് പറയുന്ന ക്ലാസ് പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതിലെ ഉദാഹരണം, ഈ ചാൾസ് നിയമത്തിന്റെ ഉദാഹരണമാണ് ഊതി വേർപ്പിച്ച ബലൂൺ വെയിലത്തിടുമ്പോൾ പൊട്ടിപ്പോകുന്നു. അതിന് കാരണമായിട്ടുള്ള വാതക നിയമം ഏതാണ്? ചാൾസ് നിയമമാണ്. അതായത് വെയിലേക്കുമ്പോ, ചൂടേക്കുമ്പോ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടും. അപ്പൊ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടും. അങ്ങനെയാണ് ബലൂൺ പൊട്ടിപ്പോകുന്നത്. അപ്പൊ V ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു T എന്ന് പറയുന്ന ചാൾസ് നിയമത്തിന്റെ ഗണിത രൂപമാണ്. അടുത്ത ചോദ്യം, ആസിഡിന്റെ pH മൂല്യത്തെ സൂചിപ്പിക്കുന്നത്. ആസിഡിന്റെ pH മൂല്യം എന്ന് പറഞ്ഞാൽ pH <7 ആയിരിക്കും. pH = 7 ന്യൂട്രൽ ആണ്. pH < 7 എന്ന് പറയുന്ന ആൽക്കലി ആണ്. ഖരലായനിക്ക് യോജിച്ചത് ഏത്? ഖരലായനിക്ക് യോജിച്ചത് കോപ്പർ സ്വർണത്തിൽ ലയിച്ചതാണ്. കോപ്പറും സോളിഡ് ആണ്, സ്വർണവും സോളിഡ് ആണ്. അപ്പൊ കോപ്പർ സ്വർണത്തിൽ ലയിച്ചതെന്ന് പറയുന്ന ഖരലായനിക്ക് ഉദാഹരണമാണ്. അക്വാറീജിയ. ഏതെല്ലാം ആസിഡുകളുടെ മിശ്രിതമാണ് അക്വാറീജിയ? HCl-ഉം HNO3-യും. HCl-ന്റെയും HNO3-യുടെയും മിശ്രിതമാണ് ഏത്? അക്വാറീജിയ. ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും. ആഗോളതാപനത്തിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള ഹരിതഗ്രഹ വാതകങ്ങളുടെ പുറന്തള്ളലിന്റെയും അത് അന്തരീക്ഷത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതിന്റെയും തോത് സമാനമാക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേര് എന്താ? നെറ്റ് സീറോ. നെറ്റ് സീറോ എന്നതാണ്. ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഒരു മലയാളിയാണ്. ആരാണ്? G. ശങ്കരക്കുറുപ്പ്. അടുത്തത്, ജ്ഞാനപീഠ പുരസ്കാരം ഒരു സർക്കാർ പുരസ്കാരമല്ല, ഒരു ട്രസ്റ്റ് ആണ് നൽകുന്നത്. ശരിയാ. സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് മലയാളത്തിലെ 3 എഴുത്തുകാർക്ക് ജ്ഞാനപീഠം ലഭിച്ചു. അത് 3 ശരി. അതിരാണിപ്പാടത്തിന്റെ കഥ പറഞ്ഞ കയർ 1984 ജ്ഞാനപീഠ പുരസ്കാരം നേടി. അപ്പോ 84 തകഴിക്കാ ലഭിച്ചത്. തകഴിക്ക് അപ്പോ അദ്ദേഹത്തിൻ്റെതല്ല അതിരാണിപ്പാടത്തിന്റെ കഥ പറഞ്ഞത്, അത് ദേശത്തിന്റെ കഥയാണ്, SK പൊറ്റക്കാട്. അപ്പൊ അത് തെറ്റാണ്. ഓപ്ഷൻ B ആണ് ഉത്തരം. അടുത്ത ചോദ്യം, കൃതിയും കഥാപാത്രങ്ങളും ശരിയായി കൊടുത്തിട്ടുള്ളത്. കൃതിയും കഥാപാത്രവും ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ C ആണ്. അപരാജിത, ദിശ, നിരഞ്ജൻ എന്നിവർ ഉഷ്ണരാശിയിലെ കഥാപാത്രങ്ങളാണ്. ഉഷ്ണരാശി രചിച്ചത് ആരാണ്? KV മോഹൻകുമാർ ആണ്. അപ്പൊ KV മോഹൻകുമാറിൻ്റെതാണ് ഉഷ്ണരാശി എന്ന കൃതി. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക.
ശരിയല്ലാത്തത് നാലാമത്തെ പ്രസ്താവനയാണ്. ബാക്കി 3 പ്രസ്താവനകളും ശരിയാ. മലയാളത്തിലെ ആദ്യത്തെ നാട്യശാസ്ത്ര കൃതിയുടെ കർത്താവ് മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കരാണ്. നാട്യശാസ്ത്ര കൃതിയുടെ കർത്താവ്. ഭാഷയിലെ ആദ്യത്തെ വിജ്ഞാനകോശ നിർമ്മാതാവാണ് മാത്യു എം കുഴിവേലി. ഭാഷയിലെ പ്രഥമ സിനിമാ പ്രസിദ്ധീകരണത്തിന്റെ പ്രസാധകനും പത്രാധിപരുമാണ് അഭയദേവ്. ഇത് 3ഉം ശരിയാണ്. അപ്പൊ തെറ്റിപ്പോയത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, 2020 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2020 എഴുത്തച്ഛൻ പുരസ്കാരം പോൾ സക്കറിയയ്ക്കാണ് ലഭിച്ചത്. 2021 പി വത്സലയ്ക്കാണ് ലഭിച്ചത്. അടുത്തത്, ഒരു ടെറാബൈറ്റിന് തുല്യമായത് എത്രയാണ്? 1024 ജിഗാബൈറ്റ് ആണ് ഒരു ടെറാബൈറ്റ്. 1024 ജിഗാബൈറ്റ്. താഴെ പറയുന്നവയിൽ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ്. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഉയർന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളെ വരിവരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സോഫ്റ്റ്വെയർ വരിവരിയായി എന്ന് പറയുമ്പോൾ ലൈൻ ബൈ ലൈൻ ഇന്റർപ്രറ്റർ ആണ്. ലൈൻ ബൈ ലൈൻ ആയിട്ട് മൊഴിമാറ്റം നടത്തുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഇന്റർപ്രറ്റർ. ഓർക്കുക. കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്ന നഗരം ഏതാണ്? കൊച്ചിയാണ്. IT ആക്ടിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത്? ടിക്ടോക്ക് എന്ന ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത് 69A പ്രകാരമാണ്. IT ആക്ടിന്റെ 69A പ്രകാരം. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പരമാവധി ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്താം. ഒരുപാട് നല്ല പോയിന്റ്സ് എല്ലാ ക്ലാസ്സുകളിലും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി ജോയിൻ ചെയ്തേക്കാം. വീണ്ടും കാണാം.